ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടെത്തുക ധൂർത്തനായ ഒരു പുത്രൻ്റെ ഉപമയാണ്. തൻ്റെ പിതാവിൻ്റെ കയറങ്ങളിൽ നിന്നും എല്ലാം ശേഖരിച്ചിട്ട് തൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി വേണമെന്ന് വാശി പിടിച്ച് അവനെല്ലാം നേടി കടന്നു പോവുകയാണ്. ആ നേട്ടത്തിൽ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ എല്ലാം നേടി, എനിക്കെല്ലാം ഉണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കരങ്ങളിലുള്ളതെല്ലാം പയ്യെ തീരുവാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അവൻ്റെ ജീവിതത്തിൽ സുബോധം കടന്നു വരിക. സുബോധം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് തന്നെ കാത്തിരിക്കുവാൻ മറ്റെവിടെയോ ആരോ ഉണ്ട് എന്നുള്ള ഒരു ബോധമാണ് ഒരു മനുഷ്യന് സുബോധം എന്ന് പറയുക. അപ്രകാരം അവൻ ആ സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: എന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ഞാൻ ചെന്നാൽ ഉറപ്പായിട്ടും പിതാവ് എന്നെ സ്വീകരിക്കും എന്ന ഒരു ബോധ്യം ആ പുത്രൻ ഉണ്ടാവുകയാണ്. അങ്ങനെ അവൻ ചെല്ലുകയാണ് നിശബ്ദനായി തൻ്റെ വീടിന് മുൻപിൽ. ചിലപ്പോൾ അവനിങ്ങനെ തലയൊക്കെ കുമ്പിട്ടിട്ടായിരിക്കും അവിടെ നിന്നിരിക്കുക. പക്ഷേ പിതാവ് അവനെ കണ്ടപാടെ അവനെ ചേർത്ത് പിടിച്ച് സ്വീകരിച്ച് അവന് പുതിയ വസ്ത്രങ്ങൾ കൊടുത്ത് മോതിരങ്ങൾ അണിയിച്ച് തൻ്റെ ഭാഗമാക്കി അവനെ ചേർക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു കിട്ടിയതിലുള്ള ആഹ്ലാദത്തിൽ ആ പിതാവ് തനിക്ക് ഉള്ളതെല്ലാം ഉപയോഗിച്ച് ആ സന്തോഷത്തെ ആ പിതാവ് വർദ്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ തിരിച്ചു പോകലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പനാണ് നമുക്കുള്ളത്. തിരിച്ചു ചെന്നാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ. അങ്ങനെ നമുക്കൊക്കെ തിരിച്ചു ചെല്ലുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. പാവത്തിൻ്റെ പടുകുഴികളിൽ പലപ്പോഴും നമ്മളും ഇങ്ങനെ ഓഹരികളൊക്കെ മേടിച്ചങ്ങ് കടന്നു പോവാറുണ്ട് അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന്. ആ ഒരു സ്നേഹത്തിൽ നിന്ന് തിരിച്ച് അപ്പനിലേക്ക് വരുവാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക. നെൽസൺ മണ്ടേലയുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ, രാഷ്ട്രപതി ആയതിനു ശേഷം അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഭക്ഷണമേശയിൽ അദ്ദേഹം ഭക്ഷണത്തിന് ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരുന്നപ്പോൾ ആ ഭക്ഷണമേശയുടെ അടുത്ത ഒരു മനുഷ്യൻ തല കുമ്പിട്ട് ഇങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നെൽസൺ മണ്ടേല തൻ്റെ സെക്യൂരിറ്റികളോട് പറയുന്നുണ്ട്: ആ മനുഷ്യനെ ഇങ്ങ് വിളിക്ക്, എൻ്റെ ഈ ഒരു മേശയ്ക്ക് ചുറ്റിനും ഇരുത്തി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന്. ആ മനുഷ്യനെയും വിളിച്ചു. തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി ആ മനുഷ്യനും കൊടുത്ത് ആ മനുഷ്യനിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. കൈകൾ ഇങ്ങനെ വിറയ്ക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ആ മേശയിൽ നിന്ന്. അപ്പോൾ ഈ നെൽസൺ മണ്ടേലയുടെ കൂടെയുള്ള സെക്യൂരിറ്റിമാരിൽ ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എന്തോ ആരോഗ്യ പ്രശ്നമോ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പം നെൽസൺ മണ്ടേല പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ജയിലിലായിരുന്നപ്പോൾ എൻ്റെ സൂപ്രണ്ടായിരുന്നു, ജയിൽ സൂപ്രണ്ടായിരുന്നു ആ മനുഷ്യൻ. അന്ന് ഈ മനുഷ്യൻ എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കുവാൻ വെള്ളം ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് ഈ മനുഷ്യൻ മൂത്രമൊഴിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും വേദനിപ്പിച്ച പല കാര്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ മനുഷ്യനൊരു ഭയമുണ്ട്: ഞാൻ ഇന്ന് രാഷ്ട്രപതിയാണ്, ചിലപ്പോൾ ഞാൻ ആ മനുഷ്യനെ ശിക്ഷിച്ചേക്കും എന്ന ഒരു പേടി ആ മനുഷ്യനുണ്ട്. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കും. എനിക്കല്ലേ മാപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ ആ മനുഷ്യനോട് പണ്ടേ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, മാപ്പ് ചോദിക്കലും മാപ്പ് കൊടുക്കലും ഒക്കെ ദൈവികമാണ്. ദൈവികമായ ചിന്തകളോടെയും ദൈവികമായി ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് മാപ്പ് കൊടുക്കുവാനും മാപ്പ് ചോദിക്കുവാനും മാപ്പ് സ്വീകരിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ മാപ്പ് കൊടുക്കുവാനും എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ട് എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവരെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയതിനപ്പുറം മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ നമ്മളും പറയും: പിതാവേ, ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി നീ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നില്ലല്ലോ എന്ന് ആ ഒരു മൂത്ത പുത്രനെ പോലെ ചിലപ്പോൾ നമ്മളും ചോദിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ അവനോടുകൂടെ പങ്കുചേരുവാനും അവനോടൊപ്പമായിരിക്കുവാനും അവൻ്റെ വേദനകളിലൊക്കെ താങ്ങും തണലുമായിട്ട് ചെല്ലുവാനും അവൻ്റെ വിജയങ്ങളിൽ അവനോടൊപ്പം ആഘോഷിക്കുവാനും അവൻ്റെ സങ്കടങ്ങളിൽ അവനെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.
ദൂതപുത്രൻ്റെ ഉപമ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. നഷ്ടപ്പെട്ടു പോയവരെയും നമ്മളിൽ നിന്ന് അകന്നു പോയവരും എല്ലാം തിരിച്ച് നമ്മിലേക്ക് വരുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ കൂടെ ആയിരിക്കുവാനും നമുക്കൊക്കെ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ അപ്പൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ അപ്പൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും അപ്പൻ്റെ പക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായുള്ള കൃപ തമ്പുരാൻ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.